പാഠത്തിൻ്റെ പേര് സബലമീ യാത്ര. എഴുതിയത് NN കക്കാട്. നമസ്കാരം കുട്ടികളെ. പുതിയ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഇന്ന് നമുക്ക് പുതിയൊരു പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേര് സബലമീ യാത്ര. സബലമീ യാത്ര എന്നത് ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് NN കക്കാടാണ്. കവിതകൾ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. കവിതകൾ നല്ല സ്വരമാധുരിയിൽ ആലപിക്കുന്നതും കേൾക്കുന്നതും എല്ലാം കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. NN കക്കാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? NN കക്കാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. NN കക്കാട് മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ കവിയായിരുന്നു NN കക്കാട്. നാരായണൻ നമ്പൂതിരി കക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. 1927 ജൂലൈ 14 കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കാൽപ്പനികത വിരുദ്ധതയായിരുന്നു കക്കാടിൻ്റെ കവിതകളുടെ മുഖമുദ്ര. മനുഷ്യസ്നേഹം തുളുമ്പി നിന്ന അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സമൂഹത്തിൻ്റെ ദുരവസ്ഥയിലുള്ള നൈരാശ്യവും കലർന്നിരുന്നു. ചിത്രമെഴുത്ത്, ഓടക്കുഴൽ, ശാസ്ത്രീയ സംഗീതം, ചെണ്ടകൊട്ട് എന്നിവയിലും കക്കാടിന് അതിപ്രാവീണ്യമുണ്ടായിരുന്നു. NN കക്കാടിൻ്റെ പ്രധാന കൃതികളും അവാർഡുകളും ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: ശലഭഗീതം, 1963 പാതാളത്തിൻ്റെ മുഴക്കം, കവിത, വജ്രകുണ്ഡലം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്, സബലമീ യാത്ര, പകലറുതിക്ക് മുൻപ്, നാടൻ ചിന്തുകൾ, കവിതയും പാരമ്പര്യവും, അവലോകനം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ നോക്കാം. സബലമീ യാത്രയ്ക്ക് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും അവാർഡുകളും. കക്കാടിൻ്റെ കാവ്യജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണ് സബലമീ യാത്ര എന്ന കവിത. തന്നെ കീഴടക്കൊണ്ടിരിക്കുന്ന അർബുദത്തിൻ്റെ നാളുകളിൽ തൻ്റെ പത്നിയോടൊത്ത് വരുന്ന തിരുവാതിരയെ വരവേൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ജീവിതത്തിന് അദ്ദേഹം നൽകുന്ന മനോഹരമായ ഒരു പാഠം കൂടിയാണ് ഈ കവിത. ഗായകനായ വേണുഗോപാലിൻ്റെ ശബ്ദത്തിൽ ഗാനത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരനുഭവമാണ് ഈ കൃതി നമുക്ക് പകരുന്നത്. തൻ്റെ അർബുദ നാളുകളിൽ ആശുപത്രി വരാന്തയിലെ ജനലഴികളിൽ പിടിച്ചു നിന്നുകൊണ്ട് വീണ്ടും ഒരു ആതിരയെ വരവേൽക്കാനുള്ള തൻ്റെ ആഗ്രഹം ഭാര്യയായ ശ്രീദേവി കക്കാടിനോട് അദ്ദേഹം പറയുന്നു. ജീവിതത്തിൻ്റെ ശുഭപ്രതീക്ഷകളാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ ഓരോ വരികളിലും തെളിയുന്നത്. അതിമനോഹരമായ ഒരു കവിതയാണ് സബലമീ യാത്ര എന്നത്. കാലമിനിയുമുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി
അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യമൂന്നുവടികളായി നിൽക്കാം. സഫലമീ യാത്ര, സഫലമീ യാത്ര. എത്ര മനോഹരമായ കവിതയാണ് സഫലമീ യാത്ര എന്നത്. കവിതയുടെ ഈ ഭാഗം എല്ലാവരും നന്നായി ആസ്വദിച്ചില്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗം വിശദമായി പഠിക്കാം.